8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ തുറവി അഥവാ ജ്ഞാനിയായി തീർന്നവരുടെ നിലയാണ് പറയുന്നത്. അരുളവത്തൈ തന്മൈ, അരുളവസ്ഥയുടെ നിജം, സ്വരൂപമടഞ്ഞവരുടെ നില. ഉണ്ടൊഴിത്തു തേടുമുടമ്പറായി ഒன்று മുതൽ അണ്ടർവതത്തപ്പാലും ஐம்புலத்தும் உண்டு மழங்கினர்க்கு போகம் வருத்துமாய் தோன்ற எழுந்த അരുൾ കെട്ടേനിതൻ. ഇത് എങ്ങനെയുള്ളവർക്കാണ് സ്വാഭാവികമായ ജ്ഞാനതൃഷ്ണ ഉണരുന്നത് എന്ന് പറഞ്ഞു തരികയാണ്. ജ്ഞാനത്തിനുള്ള തൃഷ്ണ സ്വാഭാവികമായി ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. അത് ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതിയോ എവിടെയെങ്കിലും കേട്ടു എന്ന് കരുതിയോ നമുക്ക് ഉണരണമെന്നില്ല. അത് വളരെ സ്വാഭാവികമായിട്ടാണ് ഉണരുന്നത്. ഒരു രൂപം ഉദയം ചെയ്ത് അത് പല ജന്മങ്ങളായി പല ശരീരങ്ങളായി കർമ്മപ്രാരബ്ധങ്ങളെ ഇങ്ങനെ കൂട്ടിവെക്കുന്നുണ്ട്. അത് കർമാനുസരണം പാപകർമ്മമോ പുണ്യകർമ്മമോ ആകാം. രണ്ടായാലും അതിൻ്റേതായ ഫലങ്ങളെ ഭുജിച്ച് ഭൂമിയിലോ നരകത്തിലോ സ്വർഗത്തിലോ വീണ്ടും 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 ഇങ്ങനെ ജനിക്കുന്നു. ഇതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദേവലോകത്ത് ദേവകളായി ഭോഗങ്ങളുടെ എല്ലാ പരമാവസ്ഥകളെയും അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഈ ഭോഗങ്ങളിൽ നമുക്ക് വിരക്തി തോന്നി തുടങ്ങുന്നത്. അതാണ് സ്വാഭാവികമായ വിരക്തി. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിച്ചു. അതനുഭവിച്ച മനുഷ്യർക്കാണ് ഈ ഭോഗങ്ങളെല്ലാം മതി എന്ന് തോന്നുക. അവിദ്യ കൊണ്ട് ഇതൊക്കെ എനിക്ക് സുഖമായി തോന്നുന്നതാണ് എന്ന തിരിച്ചറിവ് അവർക്കാണ് വരിക. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അവിടെ വിരക്തി ആരംഭിക്കുകയായി. അതിസ്വാഭാവികമായി തന്നെ വിരക്തി സംഭവിക്കണം. ഇങ്ങനെ ഭോഗമുണ്ട് കഴിയുന്നതല്ല തൻ്റെ ധർമ്മം എന്ന വിചാരം തീവ്രമായി ഉദിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അരുൾനില കൈവരികയുള്ളൂ. വാസകത്തും കോവയിനും മാണിക്യമാക വഴങ്ക് ആശൈത്തുറൈ അനന്തമാമതിലേ. മാണിക്യവാസകരെ പോലെയുള്ള മഹത്തുക്കൾ അതിമാധുര്യമേറിയ വാക്കുകളാൽ ഭഗവത് ഭക്തിയെ വർണ്ണിച്ചിട്ടുണ്ട്. ഭഗവാൻ അഥവാ ബ്രഹ്മം നായകനും ഭക്തർ നായികയുമാണ് ഇവിടെ. ഭക്തന് ഭഗവാനോടുള്ള ഏകാഗ്രതയോടെയുള്ള രാഗം, ഭഗവാൻ അഥവാ സ്വാത്മത്തിൽ അടങ്ങാനുള്ള അതിതീവ്രമായ രാഗം, അതാണ് തുറവ് അഥവാ സന്യാസം. അവിടെ ഭഗവാൻ തന്നെ പ്രണയിക്കുന്നുവോ എന്ന ചിന്തയൊന്നുമില്ല. ഭഗവാൻ തനിക്ക് ഭൗതിക സുഖങ്ങൾ തരുമെന്ന അങ്ങനെയുള്ളൊരു വിചാരവുമില്ല. ഭഗവാനോടുള്ള കാരണരഹിതമായ ഉപാധിരഹിതമായ സമർപ്പണം, അതാണ് മഹാപ്രയത്നം എന്ന് പറയുന്നത്. അത് കഠിന പ്രയത്നമാണ്. അങ്ങനെ പ്രയത്നിക്കുന്നവർക്ക് ഉടനെ തന്നെ കാര്യം സിദ്ധമായി വരില്ല എങ്കിൽ പോലും അവർ പ്രയത്നം കൈവിടുകയില്ല. ആ പ്രയത്നം തന്നെയാണ് സന്യാസം. സാത്വികം എട്ടായി തത്വ അവത്തയായി തന്നെ നീത്തവനായി താനായി പിൻ നേയമായി. സത്വഗുണങ്ങൾ ഏതൊക്കെയെന്ന് പറയുകയാണ്. താമസ രാജസങ്ങളെ കളഞ്ഞ് 8 സത്വഗുണങ്ങളും 10 അവസ്ഥകളും പ്രാപിച്ച് ഈ ഗുണങ്ങൾ വിളങ്ങുകയാൽ 36 തത്വങ്ങളെയും കടന്ന് ജ്ഞാനിയായി തീരണം. സാത്വികം നന്നായി വിളങ്ങുമ്പോൾ മാത്രമേ നമുക്ക് തത്വത്തെ 36 തത്വങ്ങളെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ തത്വങ്ങളെയും കടന്നാൽ മാത്രമേ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. അപ്പോൾ 8 സത്വഗുണങ്ങൾ എന്തൊക്കെയാണ്? നിരാശ അഥവാ നിരാഗ്രഹം, തപസ്, സന്തോഷം, കൃപ, ക്ഷമ, അടക്കം, അറിവ്, സദ്വാക്ക്, ഇവയൊക്കെയാണ് സാത്വികം എന്ന് പറയുന്നത്. കാണുന്നതും കാണാത്തതുമായ ഒന്നിലും ആശയില്ലാത്തവരായിരിക്കുക,
സദാ തപസ് അഥവാ സാധനയിലായിരിക്കുക. അതിനുള്ള ക്ഷമയും അടക്കവും ഉണ്ടായിരിക്കുക. എപ്പോഴും ഒരു കൃപ ഉണ്ടായിരിക്കുക, ഒരു കരുണ ഉണ്ടായിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക. സംഭാഷണങ്ങളെല്ലാം ദൈവീകമായിരിക്കുക. അറിവുള്ളവനായിരിക്കുക. ഇതൊക്കെയാണ് 8 സാത്വികമായ അവസ്ഥകൾ. ഇനി 10 അവസ്ഥകൾ എന്തൊക്കെയാണ്? അർദ്ധാവലോകനം അഥവാ സകലത്തിലും ഈശ്വരനെ തന്നെ ദർശിക്കുന്ന അവസ്ഥ. ഇന്ദ്രിയ നിരാസം, ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കണമെന്ന ആഗ്രഹം ഇല്ലാതാവുന്ന അവസ്ഥ. ദീർഘനിശ്വാസം അഥവാ ജീവിതത്തിൽ താനിങ്ങനെ ഭൗതിക സുഖങ്ങളിൽ മുഴുകി സമയം കളഞ്ഞല്ലോ എന്നോർത്തുള്ള ദുഃഖം. മന്ദോഷ്ണം, ചൂടും തണുപ്പും അറിയായിക. മിതാഹാരം, മിതഭാഷണം, മൗനം, അന്തർമുഖത്വം, ഉണർവില്ലായ്മ, കേവല ബോധമായിരിക്കൽ. ഇതൊക്കെയാണ് ദശാവസ്ഥകൾ. അങ്ങനെ ആ സാത്വിക ഗുണങ്ങളും ദശാവസ്ഥകളും കൈവരുമ്പോൾ ജ്ഞാനാന്വേഷികൾ അഥവാ തീവ്രഭക്തന്മാരായി തീരും നാം. അങ്ങനെ അവർ ജീവബോധത്തെ അനുഭവിച്ചറിഞ്ഞ് അതിനെ ഒടുക്കി സ്വനില അഥവാ കേവല ബ്രഹ്മമായിത്തീരുന്നു. ഉരയൊടുങ്കിൽ ബോധമുദിക്കുമൊഴിവേ അരുളാമതൻ പോക്കാശയ. നമ്മൾ മൗനമായിരുന്നത് കൊണ്ട് ജീവബോധം ഒഴിയുമോ? ഇല്ല. അപ്പോഴും ഉള്ളിൽ ജീവബോധമുണ്ട്. ഈ ജീവബോധത്തെ ഒടുക്കാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് അരുൾനില അഥവാ ബോധനില കൈവരും. അങ്ങനെ ബോധനില കൈവന്നാൽ മുക്തിയായോ? ഇല്ല. ബോധനിലയിൽ എത്തുമ്പോഴും അനുഭവം അഥവാ ആനന്ദാവസ്ഥ അവിടെ ഉണ്ടാകുന്നു. അത് മുക്തിയല്ല. ആ ആനന്ദാവസ്ഥ അഥവാ അനുഭൂതി അവസ്ഥയും ദ്വൈതം തന്നെയാണ്. അതിനെയും താണ്ടി ആനന്ദാതീതവും സുഖാതീതവുമായ സ്വനില, ഇതിനെല്ലാം ആത്മമായിരിക്കുന്ന ബ്രഹ്മം അതായിരിക്കണം. ഏതുതരം അനുഭവവും മായ എന്നറിഞ്ഞുകൊള്ളുക. ഈ അനുഭവങ്ങളിലും ആനന്ദത്തിലും സുഖത്തിലുമെല്ലാം അനുഭവവും അനുഭവിക്കുന്നവനും എന്ന ഒരു വേറ് അല്ലെങ്കിൽ ദ്വൈതമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെയും കടന്നുപോയ ഒരു ജ്ഞാനിയാണ് ഏറ്റവും സഹജവും സാധാരണവുമായി വർത്തിക്കുന്നത്. അവർക്ക് ആനന്ദാതിരികത്താലുള്ള ഒരു വിഭ്രാന്തികളൊന്നും ഉണ്ടാകുകയില്ല. അവർ സമചിത്തരായി അതിൽ ലളിതമായി കാണപ്പെടുന്നു. അവർക്കൊരു ഗോഷ്ഠികളും ഉണ്ടാകുകയില്ല. ഇനി അരുൾ നിലയിൽ അഥവാ ബോധനിലയിൽ നിൽക്കുന്ന ആളിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് പറയുന്നത്. കരുവി കഴല വരെ നോക്കാം ചിന്തൈ പെരുമൂച്ചാം ബോധം പിരിയാൽ. ഇന്ദ്രിയ നിഗ്രഹം അഥവാ കരുവികൾ അടങ്ങിയവർ മായാകൃതമായ ശരീരത്തെ വിസ്മരിച്ച് മൗനമായി ഒന്നിനെയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കും. അരൈനോട്ടം, അവർ നോക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവരൊന്നും തന്നെ ദർശിക്കുന്നില്ല. ഇടയ്ക്ക് ദീർഘനിശ്വാസം ഉണ്ടാകും. മിഥ്യാഭിമാനം അഥവാ ശരീരാഭിമാനം ഉണ്ടാകുകയില്ല. വികല്പങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഒരു വികല്പവും ജ്ഞാനിക്കുണ്ടാകുകയില്ല. ഒരു വികല്പങ്ങളെക്കുറിച്ചും ജ്ഞാനി പറയുകയുമില്ല. രൂപസംബന്ധികളായ മായാകൃതങ്ങളായവ പറഞ്ഞ് രസിപ്പിക്കുകയില്ല. അവർ ഉണ്മ മാത്രമേ ഓതുകയുള്ളൂ. സത്യമറിഞ്ഞവൻ കള്ളം പറയുകയില്ല. ഇത്തരം അരുൾ നിലയിൽ എത്തിയവർ, അവർ സ്ത്രീ ആയാലും പുരുഷനായാലും, അവർക്ക് പരസ്പരം, ഒരു സ്ത്രീക്ക് പുരുഷനെ കണ്ടാലും പുരുഷന് സ്ത്രീയെ കണ്ടാലും ഒരു മരപ്പാവ പോലെയേ തോന്നുകയുള്ളൂ. അവരൊരു ശരീരത്തിൽ സ്ത്രീയെയോ പുരുഷനെയോ ദർശിക്കുന്നില്ല. ശരീരത്തെ ദർശിക്കുന്നില്ല. ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നു. തന്നെ തന്നെ ദർശിക്കുന്നു. അവർ ചിലപ്പോൾ സ്വർണത്തേക്കാൾ പിത്തളയെ വിലമതിക്കും. രുചി നോക്കാതെ കഴിക്കും.
ഒരിടത്തും പ്രത്യേകമായി തങ്ങി നിൽക്കാതെ സുഖമായി സഞ്ചരിക്കും, ചിരിക്കും, കരയും, ആനന്ദത്താൽ അട്ടഹസിക്കും. ഇതാണ് ബോധനില. അവർ ആ ആനന്ദാവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്ക് നഗ്നരായി നടക്കാനോ വൃത്തിയില്ലാത്തടത്ത് കിടക്കാനോ ഒന്നും മടിയുണ്ടാവുകയില്ല. അവർ തങ്ങൾക്ക് ലഭിച്ച ആ ആനന്ദത്തിൽ ഇങ്ങനെ മുഴുകി നടക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ അവരെ സിദ്ധന്മാരെന്നുമൊക്കെ വിളിക്കും. ഇനി ഈ ആനന്ദനിലയെയും കടന്ന് ശുദ്ധ ചൈതന്യ വസ്തുവായ ബ്രഹ്മത്തെ അടഞ്ഞ് ബ്രഹ്മജ്ഞാനിയായ മഹാത്മാക്കളെക്കുറിച്ച് പറയുന്നു. ഏറ്റവും പരമജ്ഞാനി, ആ ജ്ഞാനിയുടെ അവസ്ഥ എന്താണെന്നാണ് പറയുന്നത്. കുറുമ്പാടും പുഞ്ചിരിയും കൂർത്തിമയാ നോക്കും വെറും ഭോഗം ചായ്ந்து വിടിനും. ഇവരൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരു പുഞ്ചിരിയും തീക്ഷ്ണമായ ഒരു നോട്ടവും ഒക്കെ ആയിട്ട് പ്രശാന്തമായ ഒരു ആനന്ദത്തിലായിരിക്കും. ഇവരുടെ മുന്നിൽ ലോകഭോഗങ്ങൾ കൂമ്പാരമായി കൊണ്ടുവച്ചാലും ഇതെല്ലാം ഒരു നേരം പോക്കായി കണ്ട് ശാന്തരായിട്ടിരിക്കും. ഒരു മമതയും അതിനോടുണ്ടാകയില്ല. ഒരു വസ്തുവിനോടും പ്രത്യേകമായ ഒരു മമതയും അവിടെ ഉണ്ടാകയില്ല. അപ്പോൾ നമ്മളൊരു ജ്ഞാനിയുടെ മുമ്പിൽ എന്തെങ്കിലും കൂടുതൽ കാഴ്ച വസ്തുക്കൾ കൊണ്ടുവച്ച് അവരെ ആനന്ദിപ്പിക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ആനന്ദവും അവിടെ ഇല്ല. അറിവ് പരി കൊടുത്ത് ഇവാക്കയായി മാറി പെരുതി ഇഴുപ്പുതയാ വിത്തിൻ. സ്വരൂപജ്ഞാനി അഥവാ പൂർണ്ണജ്ഞാനി തിരയില്ലാത്ത ഉൾക്കടലിൽ ഒരാളില്ലാ കപ്പൽ നിശ്ചലമായി നിൽക്കും പോലെ നിശ്ചലമായിരിക്കുന്നു. ബാഹ്യമായ ഒരു ചലനവും ജ്ഞാനിയുടെ ഉള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. അവർ ഒന്നിനെയും തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. അവർ വിഷയങ്ങളെ തള്ളുന്നില്ല, കൊള്ളുന്നുമില്ല. അവിടെ ഒരു ഭാവവുമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. അവിടെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ തള്ളനുമില്ല, കൊള്ളലുമില്ല. അവരൊരു ചേമ്പിലയിലെ വെള്ളത്തുള്ളി പോലെ ഒട്ടലില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. ജഗം ചിരിക്ക താൻ ചിരിത്ത് ഛീ പോയൻ റോട്ടിൽ അകംപുറങ്കാട് ഏറ് കുറ്റത്. ഒരാചാരവും പാലിക്കാതെ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ ഇല്ലാതെ നടക്കുന്ന ജ്ഞാനിയെ നോക്കി ലോകം ചിലപ്പോൾ പരിഹസിച്ച് ചിരിക്കും. ഈ ജഗത്തിലുള്ളവർ തന്നെ നോക്കി ചിരിക്കുമ്പോൾ ജ്ഞാനി അവരെ നോക്കി ചിരിക്കും. ഒരു ജ്ഞാനി റോഡ് വക്കിലോ കടത്തിണ്ണയിലോ ഇരിക്കുമ്പോൾ ഛീ പോ എന്ന് ആട്ടി ഓടിച്ചാൽ അവർ ശാന്തമായിട്ട് എഴുന്നേറ്റ് പോകും. അവർക്ക് ശ്മശാന ഭൂമിയെന്നോ ശുദ്ധാശുദ്ധമെന്നോ ഒന്നുമില്ല. ഒരു ചെറിയ മൂളിപ്പാട്ടുമായി അവർ സദാ ഇങ്ങനെ ആനന്ദ കൂത്താടുകയാണ്. ഇനി ജ്ഞാനികളെന്ന് നടിക്കുന്നവർ അഥവാ ജ്ഞാനപ്രകടനക്കാരെ കുറിച്ചാണ് പറയുന്നത്. വിപരീതപ്പൂണും ഉടയും വിളിയാ അഭിമാനവും അവരാലാട്ടും തപസ്സുപോൽ ചെയ്യും ചടങ്ങും തികയ്പും ചിദംബരത്തിൽ അയ്യന്തനക്കറിയലാം. ഇവർ ചില പ്രത്യേക വസ്ത്രങ്ങളും ആഭരണങ്ങളും രുദ്രാക്ഷങ്ങളും ഒക്കെ അണിഞ്ഞ് താൻ വലിയ ശൈവൻ എന്ന് ഘോഷിച്ച് വലിയ നിഷ്ഠാവാനായി പലവിധ നാട്യങ്ങൾ കാട്ടി സാമാന്യ ജനത്തെ വഞ്ചിക്കുന്നു. ഇത്തരം കപടന്മാരുടെ പരമാർത്ഥം സാക്ഷാത് ചിദംബര നടരാജന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് വള്ളലാർ പറയുന്നത്. നാട്യങ്ങളും വേഷം കെട്ടലുകളും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മറ്റാരോ കാണാനുള്ളത് കൊണ്ടാണ്. തൻ്റെ മാഹാത്മ്യത്തെ കാണിച്ച് ശ്രേഷ്ഠനായിരിക്കണമെന്ന ചിന്ത എങ്ങനെ ഉദിക്കുന്നു? ദ്വൈതത്തിൽ നിന്നും ഉദിക്കുന്നു. ഇത്തരം വിചാരമുള്ളവർ അല്പം പോലും ജ്ഞാനത്തെ ദർശിച്ചിട്ടില്ല എന്നറിയുക. മാലയനായി ഇന്ദിരനായി വാഴുവതായി മാളുവതാം.
ഇന്ദ്രാദികളായ ദേവന്മാർ പോലും സ്വശരീരത്തിൽ അഭിമാനികളായി നീണ്ട നാൾ ജീവിച്ചിട്ട് മറഞ്ഞു പോകുന്നു. ആ ദേവകളുടെ ദേഹാഭിമാനം കണ്ട് ജ്ഞാനി തലയാട്ടുന്നു. ഈ അസത്യങ്ങളെ, മായാഭ്രമമായ ലോകത്തെ നിജമെന്ന് കരുതി ദുഃഖത്താലും ആശാപാശങ്ങളാലും ബന്ധിതരായി മരിച്ചു പോകുന്ന മനുഷ്യരെ കണ്ട് ജ്ഞാനി ഓഹോ എന്ന് ആശ്ചര്യപ്പെടുന്നു. അവൻ തന്നെ തന്നെ അറിഞ്ഞ് താം താം എന്ന് നൃത്തമാടുന്നു. ജീവബോധത്തെ സ്വരൂപബോധത്തിൽ വിലയിപ്പിച്ച ജ്ഞാനി തൻ്റെ മായാരൂപത്തെ മറന്ന് സ്വയം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു. ജ്ഞാനിക്ക് താൻ സ്വരൂപമടഞ്ഞുവെന്നോ ജീവബോധം വിട്ടുവെന്നോ ഉള്ള ബോധം പോലുമില്ല, ആ ചിന്ത പോലുമില്ല. നീയും ഇതിനെ അറിഞ്ഞ് നിന്നെ തന്നെ അറിഞ്ഞിരുന്നു കൊള്ളൂ എന്നാണ് വള്ളലാർ പറയുന്നത്. കേടും സുഖമും മുതലെല്ലാം കീഴ്പ്പെടുത്തി കൂടും സുഖം പോലെ കൊള്ളാതെ നാടുനകും. ഇന്ദ്രിയങ്ങളെല്ലാം ഒടുങ്ങി സുഖവും ദുഃഖവും നശിച്ച് ഞാൻ ശിവമാണ്, ബ്രഹ്മമാണ് എന്നതും തീർന്ന് സ്വയം അരുൾ പൊരുളായിരിക്കുന്നു. ഇതാണ് സഹജനില. ഇത് വളരെ വലിയ സത്യമാണ്. സ്വനിലയിൽ താൻ ബ്രഹ്മമാണ് എന്ന ചിന്ത പോലും ഇല്ലാത്തതാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെയുള്ള ജ്ഞാനി ഭൂമിയിൽ ഒരു ശരീരമായി കണ്ടാലും അവർ അവരുടെ ഭാഗധേയങ്ങളെ അഭിനയിച്ചാലും ഉള്ളിൽ സദാ ആനന്ദമൂർത്തി തന്നെയായിരിക്കുന്നു. മുൻപ് പറഞ്ഞ പോലെ ആനന്ദനിലയിൽ നിലകൊണ്ട് സദാ ആനന്ദബോധസ്ഥിതരായിരിക്കുന്നു പരമമുക്തർ. അവർ ലോകകാര്യങ്ങളൊന്നും ചെയ്യാതെ, അതൊന്നും അറിയുക പോലുമില്ലാതെ നടനമാടി നടക്കും. എന്നാൽ ആനന്ദസ്ഥിതിയെയും കടന്ന്, ആനന്ദാവസ്ഥയെയും കടന്ന് സ്വയം ജീവൻ മുക്തനായ മഹാജ്ഞാനിയോ സമചിത്തതയോടെ ഈ ലോകവ്യാപാരങ്ങളെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്തും ചെയ്യാതിരുന്നും സ്ഥിതപ്രജ്ഞരായി കഴിയുന്നു. അവരുച്ചസൂര്യനെ പോലെ ലോകത്തിന് വെളിച്ചമേകുന്നു എങ്കിലും ഈ ലോകം എന്തെന്നറിഞ്ഞ് അതിനോട് ഒട്ടലില്ലാതെ ജീവിക്കുന്നു. മരുൺമൂകർ വാക്കറിവല്ലാരോ മായാ ഇരുളൈ ഒളിയായിരിപ്പ്. ഈ ലോകമായതൻ്റെ സുഖമെന്ന് നനച്ച് അജ്ഞാന അന്ധകാരത്തിൽ കിടന്നിട്ട് ഞാൻ മഹാധന്യൻ, എനിക്ക് എല്ലാ സുഖങ്ങളും കരഗതമായിരിക്കുന്നു എന്ന് കരുതുന്ന മൂഢന്മാർ ബ്രഹ്മസ്ഥിതരായ ജ്ഞാനികളെ കളിയാക്കിയും ഉപദ്രവിച്ചും വീണ്ടും ചെളിയിലാഴും. എന്നാൽ ഇത്തരം ഭർസനങ്ങളെ ഒന്നും ജ്ഞാനിയെ ഒരല്പം പോലും ഇത്തരം ഭർസനങ്ങളൊന്നും ഏശുന്നതല്ല. അടയിപ്പുള്ളായി ആളടർന്ന ആമയെ മായ്ത്തിക്കേ ഉടുപ്പതായി ഓർന്തുളവാർ കൂറാർ. ഒരമ്മപ്പക്ഷി അതിൻ്റെ മുട്ടയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതിന്മേൽ ശ്രദ്ധയോടെ അടയിരിക്കും പോലെ ജ്ഞാനി ശ്രദ്ധയോടെ ലോകവിഷയങ്ങളിൽ നിന്നും അകന്ന് ആത്മമായിരിക്കുന്നു. ശത്രുവിനെ കാണുമ്പോൾ ആമ തല ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതമാവുന്നത് പോലെ ദുർസംഗങ്ങളിൽ നിന്നും ശ്രദ്ധയോടെ ജ്ഞാനി അകന്നു നിൽക്കും. ഇവരെ ലോകം ഊമയെന്നും ഭ്രാന്തനെന്നുമൊക്കെ ആക്ഷേപിക്കും. എന്നാൽ ജ്ഞാനി അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. എന്നാൽ ഈ ജ്ഞാനികളുടെ മാഹാത്മ്യമറിഞ്ഞ ദേവകളും മനുഷ്യരും സദാ ഇവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച് അവരുടെ ഭൗതിക ദേഹത്തെ കാത്തുരക്ഷിക്കും. മരിച്ചുപോയവർ വീണ്ടും ഉപേക്ഷിച്ച ശരീരത്തിലേക്ക് തിരികെ വരാത്തതുപോലെ അവരൊരു സ്ഥലവും തൻ്റേതെന്ന് കരുതാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എല്ലാ ദേശവും ഒരുപോലെ തന്നെയാണ്. അവർക്ക് ശരീരം തൻ്റെ പ്രാരാബ്ധമായൊരു കൂടായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. ഈ പ്രപഞ്ചം ഒരു കൂത്തമ്പലം പോലെയും ഒരു നാട്യഗ്രഹം പോലെയും മാത്രമേ ജ്ഞാനിക്ക് തോന്നുന്നുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇടം വേണമെന്നില്ല, എവിടെയായാലും ഒരുപോലെ തന്നെയാണ്. ഉടർപോകും പോക ഉയിർപ്പകൈ പോയ്പേറും കെടുത്താൻ ഉന്തെന്നറിവും കെട്ടോർ. ശരീരബോധം ഇല്ലാതാകുന്നതോടെ അതുമായി ബന്ധപ്പെട്ട അഹങ്കാരവും ആ മമതയും എല്ലാം ഇല്ലാതാകുകയാണ്.
അവർക്ക് ആത്മാനുഭൂതി സിദ്ധിച്ചു എന്നതുകൂടെ ഇല്ല. അങ്ങനെ ഒരു ചിന്ത കൂടെ ഇല്ല, ആ ഒരു ഭാവം കൂടെ ഇല്ല. അവിടെ ജീവബോധവുമില്ല, ബ്രഹ്മബോധവുമില്ല. അതൊരു തീർനിലയാണ്. എല്ലാം തീർന്നു, ഒന്നും തന്നെ ഇല്ലാത്ത നില, ശുദ്ധനില. അവർ ഈ ലോകത്ത് ജീവിക്കുന്നത് ആകാശത്തിന് കയറിടുന്നത് പോലെയാണ്, ആകാശം കിഴിച്ച് ഊഞ്ഞാലാടും പോലെയാണ്. അതുപോലെയുള്ളൊരു വിനോദവാനായിട്ടാണ് ഒരു ജ്ഞാനി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. തരുവനമൻ തണ്ടുകൂടെ ശ്യാമരയായി വാഴും. കാടായാലെന്ത്, മുൾമേടായാലെന്ത്, കുടയും ചാമരവും കൊണ്ട് അലങ്കരിച്ച നഗരമായാലെന്ത്. ജ്ഞാനി ഈ ലോകവിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് എല്ലായിടത്തും സ്ഥിരചിത്തനായി കഴിയുന്നു. ബ്രഹ്മം സകലത്തിലും വ്യാപിച്ചിരിക്കുന്നു, ഒന്നിനോട് പൊട്ടലില്ലാതിരിക്കുന്നത് പോലെ. തൻ്റെ പരമാർത്ഥത്തെ അടഞ്ഞവർക്ക് താൻ ഇതുവരെ അറിഞ്ഞതും അനുഭവിച്ചതും വെറും മിഥ്യയാണ്, വെറും ജഡം എന്നതായിത്തീരുന്നു. അവർക്ക് താനെന്നും തൻ്റെ ഗേഹമെന്നും ഇല്ല. താനെന്നതും തൻ്റെ ഇടം എന്നതും താൻ തന്നെ എന്നവരറിയുന്നു. തൻ്റെ ഇടം എന്ന് പറയുന്നതും താൻ തന്നെയാണ്, താൻ തന്നിൽ തന്നെയാണ്. അവിടെ വനാന്തരമോ നഗരമധ്യമോ എന്നതില്ല. കാമാതി വിട്ട് കരമേ കലമാതി ഭൂമീനെ കൈകാലൈ പോർത്തുറങ്ങി. എല്ലാ ആശകളും വിട്ട് കരതലത്തിൽ കിട്ടുന്നതെന്തോ അത് ഭക്ഷിച്ച് ഭൂമിയിൽ വെറും തറയിൽ സുഖമായി ഉറങ്ങും ജ്ഞാനി. തൻ്റെ നാമം, തൊഴിൽ ഇവയെല്ലാം വിട്ട് അതിൻ്റെ ഓർമ്മ കൂടി നശിച്ച് നിസ്സംഗമായി വർത്തിക്കുന്നു ജ്ഞാനി. അവർക്ക് കൊട്ടാരത്തിലെ പൂമെത്തയും വെറും മണ്ണും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നുകയില്ല. എവിടെ ഏത് നിലയിൽ ശരീരത്തെ കൊണ്ടുവച്ചാലും സ്വനിലയിൽ നിന്ന് ഒരിളക്കവും അതിനുണ്ടാകയില്ല. ഇനി വിഷയാസക്തന്മാരുടെ പ്രവൃത്തികളെ പറ്റിയാണ് പറയുന്നത്. ജ്ഞാനക്കുലകനടൈ എൻറു നാം പാർക്കിൽ ചീനക്കണ്ണാടിയുടെ ദീപവുമാം. ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ദീപനാളം പോലെ ഒട്ടലില്ലാതെ നടക്കുന്ന ജ്ഞാനിയെ കണ്ടാൽ വിഷയാസക്തന്മാർക്ക് വിദ്വേഷം ഉണ്ടാകും. കാരണം ജ്ഞാനിക്ക് ആചാരാനുഷ്ഠാനങ്ങളില്ല, മതാനുഷ്ഠാനമില്ല, അവർ സമ്പാദിക്കുന്നില്ല, അലഞ്ഞു തിരിയുന്നു. ഒരു അജ്ഞാനിയായ വിഷയി ഇതിനെല്ലാം തെറ്റായിട്ടാണ് കാണുക. നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ വിദ്വാനും ധനികനും കുടുംബസ്ഥനുമൊക്കെയാണ്, ഇയാൾ എന്തൊരു മൂഢനാണ് എന്ന് വിഷയി ജ്ഞാനിയെ നോക്കി പറയും. ഇത് വിഷയികൾക്ക് അളക്കാനാവാത്ത തെളിവ് അഥവാ പ്രകാശമാണ്, അറിവാണ്. അത് നമുക്ക് ഈ വിഷയിയെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല, അവർക്കത് മനസ്സിലാവില്ല. ഒരു ജ്ഞാനിയുടെ ശ്രേഷ്ഠത എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് വള്ളലാർ സ്വാമി പറയുന്നു. സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ജ്ഞാനിയുടെ അവസ്ഥ പറയുകയാണ്. അഞ്ജന കണ്ണാളർ കരുനിധിയാം തോன்றுവകേ നഞ്ചല കൈമാറ്റിനാത അണുവാർ പോൽ. ഭൂഗർഭത്തിലുള്ള ഒരു നിധിയെ കണ്ണിൽ അഞ്ജനമെഴുതി കണ്ടെത്തിയതുപോലെയാണ് ജ്ഞാനി ജീവബോധമറ്റ് സ്വനിലയെ പ്രാപിക്കുന്നത്. അത് ശാപമേറ്റവന് ശാപമോചനം ലഭിച്ചതുപോലെയാണ്. വിഷം തീണ്ടിയവനിൽ നിന്നും വിഷം നീങ്ങിയതുപോലെയാണ് അത്. എന്നാൽ മായാബദ്ധരായ അജ്ഞാനിയുടെ നിലയോ അത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയ്ക്ക് സമമെന്ന് വള്ളലാർ സ്വാമി പറയുന്നു. അവർ ഈ കിണറ്റിന് വെളിയിലുള്ളതൊന്നും തന്നെ അറിയുന്നില്ല. അവർക്കൊരിക്കലും ഒരു ജ്ഞാനിയുടെ നില അറിയുവാൻ കഴിയുകയില്ല. ഒരു ജ്ഞാനിയുടെ നില നമുക്കൊന്നിനോടും ഉപമിക്കാൻ സാധിക്കുകയില്ല. ജ്ഞാനിയെ പോലെ എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ, ആ നിലയെ പറയാവതല്ല. ഇനി ഒരു ജ്ഞാനി ഗൃഹസ്ഥനാണെന്നിരിക്കട്ടെ, അവരെ അജ്ഞാനിയായ ഒരു ഗൃഹസ്ഥനോട് ഉപമിക്കാൻ കഴിയുകയില്ല. ഗൃഹസ്ഥരായ ജ്ഞാനികളെ വള്ളലാർ എങ്ങനെയാണ് ഉപമിക്കുന്നതെന്ന് നോക്കൂ. ഒരു വേശ്യയോട് ഉപമിക്കുകയാണ് ആദ്യം. ഒരു വേശ്യ തന്നെ സമീപിക്കുന്നവരോട് ധനത്തിന് വേണ്ടിയുള്ള സ്നേഹം കാട്ടും പോലെ ജ്ഞാനി വീട്ടിനുള്ളിൽ പുറമേ സ്നേഹം നടിച്ച് അകമേ ബ്രഹ്മതത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു പണത്തിനോട് ഉപമിക്കുകയാണ്. പണം ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ഉപകാരപ്പെടുന്നു.
പക്ഷെ ആ പണത്തിന് ഉടമയോട് യാതൊരു മമതയും ഉണ്ടായിരിക്കില്ല. ആരുടെ കയ്യിൽ ചെന്നുപെട്ടാലും പണം ആ കയ്യിൽ ചെന്നുപെടുന്ന ആളിന് ഉപകാരപ്പെടും. അതുപോലെയാണ് ജ്ഞാനിയും. തൻ്റെ ബന്ധുക്കൾക്ക് ഒരു സഹായിയായി വർത്തിക്കുന്നു, എന്നാൽ പ്രത്യേകമായ ഒരു മമതയും ഉള്ളിൽ വളർത്തുന്നില്ല. സൂര്യനോട് ഉപമിക്കുകയാണ്. എല്ലാ ജീവനുകൾക്കും പ്രവർത്തന ഊർജമായി നിലകൊള്ളുന്നത് സൂര്യനാണ്. എന്നാൽ ആ പ്രവർത്തനങ്ങളുടെ ഒന്നും ഫലത്തെ സൂര്യൻ സ്വീകരിക്കുന്നില്ല. അതുപോലെ ജ്ഞാനി പലർക്കും പല സഹായങ്ങളും ചെയ്യും, എന്നാൽ ഫലം ഇച്ഛിക്കയില്ല. വീണയെ നോക്കുക. ഒരു വീണ അത് വായിക്കുന്നയാളുടെ ഉള്ളിലെ സംഗീതമാണ് മുഴക്കുന്നത്, അതിന് സ്വയം പാടാനാവില്ല. അതുപോലെ ജ്ഞാനി എല്ലാം കേൾക്കുന്നുവെങ്കിലും ഒന്നിലും മനസ്സ് കൊടുക്കുന്നില്ല. ഒരു വിശറി അത് വീശുന്നവന് കാറ്റ് നൽകി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ വിശറി താൻ ആരെയാണ് ആശ്വസിപ്പിക്കുന്നത്, ആരാണ് തന്നെ വീശുന്നത് എന്ന് ചിന്തിക്കാറില്ല. അതുപോലെ ഒരു ജ്ഞാനി ആളെ അളക്കാതെ തന്നെ ആശ്വാസം നൽകും. ആകാശത്തെ നോക്കുക. ആകാശം സകലതിനും ഇടം നൽകുന്നുണ്ട്, എന്നാൽ അതിനോടൊന്നും ബന്ധിക്കുന്നില്ല. അതുപോലെ ജ്ഞാനിയും ഈ ലോകത്തോട് ബന്ധമില്ലാതെ ഇടപെടുന്നു, നിസ്സംഗരായിരിക്കുന്നു. ആശ്രിതന്മാരോട് ഉപമിക്കുകയാണ്. ആശ്രിതരായി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. ആശ്രിതർക്ക് യജമാനൻ നല്ലതോ ചീത്തയോ എന്നത് വിഷയമല്ല. അവർക്ക് യജമാനൻ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർ കൂടെ നിൽക്കും. കാര്യം യജമാനനെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം. അതുപോലെ നല്ലവനാണെങ്കിലും കൊള്ളരുതാത്തവനാണെങ്കിലും ജ്ഞാനി ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും കാണും. ദണ്ടുകുടൈയാളരായി സാധുരംഗ പേരരശായി തൊണ്ടാർ കുഴാം പോത്ര സുഖിത്താലും. ഒരു ജ്ഞാനി ഛത്രചാമര ചതുരംഗപ്പടയുടെ ചക്രവർത്തിയായിരുന്നാലും അവൻ ആശ്രിതരുടെ സ്തുതിവചനങ്ങളിലോ രാജകീയ ആഡംബരങ്ങളിലോ മതിമറക്കാതെ ദൃഢചിത്തനായിരിക്കും. രാജർഷിമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അവർ ഭോഗത്തെ വെറുക്കുന്നില്ല, എന്നാൽ അതിൽ രമിക്കുന്നുമില്ല. ശരീരബദ്ധമായ സുഖങ്ങളെല്ലാം പ്രാരബ്ധം തന്നെ. ശരീരം കൊണ്ടത് അനുഭവിച്ചു തീർക്കുന്നു. ആ സുഖങ്ങളെയോ കർമ്മങ്ങളെയോ ജ്ഞാനി തന്നിൽ ഒട്ടിച്ചേർക്കുന്നില്ല. ഇവയൊന്നും പ്രാരബ്ധമെന്നതും ജ്ഞാനിക്കില്ല. പ്രാരബ്ധം ഇത്യാദി വികല്പങ്ങളൊന്നും ജ്ഞാനിക്കില്ല. അങ്ങനെ ഒരു പ്രാരബ്ധവും ഇവിടെ ഇല്ല. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെ ഒരു പ്രാരബ്ധവുമില്ല. അങ്ങനെ ഒരു പ്രാരബ്ധം എനിക്കുണ്ട് എന്ന് നിങ്ങൾ കരുതിയാൽ തീർച്ചയായും ആ പ്രാരബ്ധം നിങ്ങളോടൊട്ടും. അതുകൊണ്ട് പ്രാരബ്ധം എന്നുള്ള കൽപ്പനയെയും ആ ഒരു വികല്പത്തെയും നമ്മളങ്ങ് കളഞ്ഞേക്കണം. ശരീരം പെരുനോവ് അഥവാ മഹാരോഗം ആണെന്ന് മനസ്സിലാക്കാത്ത ഭൗതികൻ ഭോഗങ്ങളെ വർദ്ധിപ്പിച്ച് ശരീരത്തെ സുഖിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ തൻ്റെ സഞ്ചിത കർമ്മങ്ങളെ അല്ലെങ്കിൽ പ്രാരബ്ധങ്ങളെ വർദ്ധിപ്പിച്ച് 7 നരകങ്ങളിലും പതിക്കുമെന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. എന്നാൽ ജ്ഞാനിയാകട്ടെ മുന്നിൽ വരുന്ന ഭോഗങ്ങളെ കൃപയെന്നറിഞ്ഞ് ഭുജിക്കുന്നു. അവർക്ക് സുഖദുഃഖം ശുദ്ധാശുദ്ധം ഇതൊന്നുമില്ല. ശ്മശാനവും സ്വർഗവും ജ്ഞാനിക്ക് ഒരുപോലെ തന്നെയാണ്. ഭോഗിക്ക് ശരീരം നരകവും ജ്ഞാനിക്കത് സ്വർഗവുമാണ്. ഒരു ജ്ഞാനിയിൽ ഭക്തി ചേർത്തവർക്ക് പുണ്യവും ജ്ഞാനിയെ വെറുക്കുന്നവന് പാപവും ഫലമെന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. ഹരിബ്രഹ്മേന്ദ്രന്മാർക്ക് പോലും അനുഭവിക്കാനാവാത്ത സുഖത്തെയാണ് ജ്ഞാനി അനുഭവിക്കുന്നത്. അവർ തങ്ങൾക്ക് സേവ ചെയ്യുന്ന ശുദ്ധമാനസർക്ക് ലോകസുഖവും ആത്മസുഖവും കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പ്രപഞ്ചബോധമറ്റ ജ്ഞാനിക്ക് തേവാരം, സ്തുതി, സമയം, വിധി, ധ്യാനം, പുണ്യം, പാപം ഇവയൊന്നുമില്ല. ഇത്തരം ചിന്തകൾ തന്നെ ഇല്ലാത്തതാകുന്നു. അവർ ജ്ഞാനകാംക്ഷികളായ സാധകരെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നു.
ബ്രഹ്മനയനങ്ങൾ പോലെയുള്ള താമരക്കണ്ണുകളും സൂര്യ തേജസ്സുള്ള ശരീരവുമുള്ള ജ്ഞാനി, അങ്ങനെയുള്ള ജ്ഞാനിയിലൊരു ഭക്തി ഉളവായാൽ ആ ജ്ഞാനി നമ്മുടെ സ്വപ്നത്തിലെങ്കിലും ദർശനമേകുമെന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. ഉരുകു പരമസുഖവും ഉല്ലാസ നോക്കും തിരുമുഖവും പുൻമുറവൽ ദേശും. ഉല്ലാസപൂർണമായ നോട്ടം, ആനന്ദപൂർണമായ വദനം, ശോഭയേറിയ മന്ദഹാസം, ഇതെല്ലാം ഒരു ജ്ഞാനിയിൽ കാണുമെങ്കിലും ജ്ഞാനി ഈ കാഴ്ചകളെയെല്ലാം വെറും മായയായി മാത്രമേ ദർശിക്കുന്നുള്ളൂ. അവർക്ക് ശരീരമെന്നതില്ലാത്തതിനാൽ തൻ്റെ അഴകൊരു പ്രധാനമാകുന്നില്ല. കാണുന്നവർ തന്നെ വളരെ അഴകോടുകൂടി കാണുന്നോ എന്നതും ജ്ഞാനിക്കില്ല. വാടൽ മണം പോൽ വരുന്താ വൈരാഗ്യത്തോടു മെലിന്തവുമുടമ്പുടനെ. വാടിയ പൂക്കളിലും ഒരല്പം സൗരഭം അവശേഷിക്കുന്നത് പോലെ വാസനകളെല്ലാം ഒടുങ്ങിയാലും ശരീരം കുറച്ചു കാലം കൂടി നിലനിൽക്കും. തീവ്ര വൈരാഗ്യം കൊണ്ട് നശിച്ച ശരീരത്തോടു കൂടി കാണപ്പെടുന്നുവെങ്കിലും ജ്ഞാനി ശരീരത്തെ കാണുന്നില്ല. അങ്ങനെയുള്ള ജ്ഞാനിയുടെ ഐശ്വര്യപൂർണമായ മന്ദഹാസം എൻ്റെ ഹൃദയത്തിൽ മായാതെ ഇരിക്കുന്നു എന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. തത്വത്തിൻ പോർവേ ചരിന്തധികം പരിപേർ അദ്വൈതി ഏകാന്തി ആനന്ദി ശുദ്ധൻ അരിയവൻ ധൂതൻ തുറവി ശിവയോഗി തിരുവാണി എൻ വിരക്തനൻ. എല്ലാ തത്വങ്ങളെയും കടന്ന് തത്വാതീത പരബ്രഹ്മമായി വിലസുന്ന ജ്ഞാനിയെ ലോകം ദിഗംബരൻ, അദ്വൈതി, ഏകാന്തി, ആനന്ദി, ശുദ്ധൻ, തുര്യൻ, അവധൂതൻ, സന്യാസി, ശിവയോഗി, വിരക്തൻ, നിർവാണി ഇങ്ങനെയുള്ള പല നാമങ്ങളാൽ വിശേഷിപ്പിക്കുന്നു. അടങ്കത്തുറന്താർക്കും ആശൈ പാവിത്ത് തൊടും പക്വം തെരിയാതോകോ. ഇനി ഒരു ജ്ഞാനിയെയും ഒരു വ്യാജ സന്യാസിയെയും എങ്ങനെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. ഒരു വ്യാജൻ അല്ലെങ്കിൽ കപടജ്ഞാനി സകല ആശ്രമങ്ങളിലും മഠങ്ങളിലുമൊക്കെ കയറി ഇറങ്ങി ദാനം വാങ്ങി ഭക്ഷിക്കും. ആരെങ്കിലും നൽകിയില്ലെങ്കിൽ ശാപവാക്കുകൾ പറയും. എന്നാൽ ജ്ഞാനിയോ താൻ ഇരിക്കുന്നിടത്ത് എന്ത് കിട്ടുന്നോ അവിടെ എന്തെങ്കിലും വന്നു ചേർന്നാൽ അതിനെ ഭക്ഷിക്കും, ഇല്ലെങ്കിൽ മൗനമായിരിക്കും. അവർക്കുള്ളത് അവിടെ വന്ന് ചേർന്നുകൊള്ളും. നിങ്ങൾക്കൊരു പരമജ്ഞാനിയെ ഒരാശ്രമത്തിലും ആൾക്കൂട്ടത്തിലും അന്നദാന പുരകളിലും ദർശിക്കാൻ സാധിക്കയില്ല. കരൈയടുക്ക വന്താൽ തിരയ്യലയ്ക്കും കപ്പൽ പൊരുളടന്താൽ തോற்றும் പൊയ്പോതം. ഒരു കപ്പൽ അതെത്ര വലുതായാലും കരയ്ക്കടുത്ത് കഴിഞ്ഞാൽ അതിൽ തിരമാലകൾ വന്ന് തല്ലും. അതുപോലെ വിഷയാസക്തന്മാരോട് കലർന്നാൽ ജ്ഞാനത്തിന് ഉലച്ചിലുണ്ടാകും. ഒരു സന്യാസി അല്ലെങ്കിൽ സാധകൻ വിഷയങ്ങളിൽ നിന്നും മനഃപൂർവമായി അകന്നു നിൽക്കണം. ഇത് നാം എപ്പോഴും പറയാറുള്ളതാണ്. മനഃപൂർവമായ ശ്രദ്ധയോടെ സംഘങ്ങൾ, വിഷയങ്ങൾ എന്നിവയിൽ നിന്നും സാധകൻ അകന്നു നിൽക്കണം. അതും സാധനയാണ്. യോഗഭ്രഷ്ടൻ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വനിലയിൽ നിന്നും ഭ്രഷ്ടനായി വീണ്ടും വിഷയത്തിൽ പതിക്കാതിരിക്കാനുള്ള മനഃപൂർവമായ ശ്രദ്ധ ഉണ്ടായിരിക്കണം. മനസ്സിങ്ങനെ കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അത് മനസ്സിലാക്കി അതിനെ അടക്കാൻ സാധകന് കഴിയണം. അപ്പോൾ നമ്മൾ ഈ നിലയെ പ്രാപിച്ചാലും നമ്മുടെ ആധ്യാത്മിക പുരോഗതി ഉണ്ടായാൽ ആ പുരോഗതിയിൽ നിന്നും തിരിച്ച് താഴേക്ക് പോകാതിരിക്കുവാനുള്ള മനഃപൂർവമായ ശ്രദ്ധ ജ്ഞാനിക്കും സന്യാസിക്കും സാധകനും ഒരുപോലെ ആവശ്യമാണ്.